സി ആർ നീലകണ്ഠൻ അല്ല ശ്രീ അനിൽകുമാറിലേക്ക് വരാം. ശ്രീ സി ആർ നീലകണ്ഠന്റെ ചോദ്യം ഇതാണ്: നിയമസഭയിൽ ഇന്ന് കുഴൽനാടൻ ഈ കാര്യങ്ങളെല്ലാം അതിശക്തമായി ഉന്നയിച്ചേനെ അവിടെ മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ തവണയൊക്കെ കുഴൽനാടനെ നേരിട്ട പോലെ നേരിടാൻ കഴിയാത്ത തരത്തിൽ പ്രതിരോധത്തിലായതുകൊണ്ടല്ലേ സ്പീക്കർ അതിബുദ്ധി കാട്ടി ഇതെല്ലാം ഒഴിവാക്കിയത്? ഇന്ന് പിണറായി സന്നിഹിതനായിരിക്കേണ്ടത് നിയമസഭയിലല്ലായിരുന്നോ? ഇന്ന് പിണറായി സന്നിഹിതനാകേണ്ടാതിരുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുമ്പോഴല്ലേ? കാരണം അവിടെ ഒരു സമ്മർദ്ദ ശക്തിയായിരുന്നു കൂടാ. അതല്ലേ ആ വ്യക്തി കാണിക്കേണ്ടിരുന്ന മര്യാദ? ഇനി ഒരു കാര്യം കൂടി ശ്രീ സി ആർ, ഇദ്ദേഹം എവിടെ സന്നിഹിതനാകണം, ഇവിടെ എവിടെ സന്നിഹിതനാകരുത് എന്നൊന്നും നാം പറയുകയല്ല. പക്ഷേ ഇതൊക്കെയാണ് അതിലെ രാഷ്ട്രീയമായ ധാർമ്മികത. കൈ മാത്രം ഇങ്ങനെ ഉയർത്തി വെച്ചാൽ പോരാ, കൈ ഇങ്ങനെ പൊക്കി വെച്ചാൽ അതിനൊരർത്ഥം കൂടി ഉണ്ട് കേട്ടോ. കീഴടങ്ങൽ എന്നൊരർത്ഥം കൂടി ഉണ്ട്. കൈകളുടെ ശുദ്ധി എന്ന് മാത്രം അർത്ഥമല്ല, കീഴടങ്ങി എന്നൊരർത്ഥം കൂടി ഉണ്ട് അതിന്. അതോടെ നിൽക്കട്ടെ. അല്ലല്ല, ചോദ്യം സി ആറിനോടാണ്. ശ്രീ സി ആർ, അങ്ങനെ പറയുമ്പോൾ തന്നെ ദുരൂഹമാണ് കുഞ്ഞാലിക്കുട്ടിയുടെ അസാന്നിധ്യം. ഇന്നലെ മുതൽ ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടാകുമല്ലോ UDF. കുഞ്ഞാലിക്കുട്ടിയെ കാണാനില്ല. അപ്പോ അസാന്നിധ്യം, ചില സ്ഥലത്ത് മാത്രമുള്ള കേന്ദ്രീകരിക്കുന്ന സാന്നിധ്യം, ഇതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? ഇതൊക്കെ ഒരു കർത്ത ഇഫക്റ്റ് ആണ്, ഒരു കർത്ത ഇഫക്റ്റ് ആണ് ഇതൊക്കെ. വേണു കഴിഞ്ഞ 10-15 കൊല്ലമായി കർത്താവിൻ്റെ കമ്പനി നടത്തുന്ന നിയമലംഘനങ്ങൾ, മലിനീകരണം, ഖനനത്തിൽ KMML അടക്കമുള്ള കമ്പനികളിൽ നിന്നുള്ള മണൽക്കടത്ത്, ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ബന്ധങ്ങൾ, ഇതൊക്കെ നിരവധി വേദികളിൽ ഈ 24 അടക്കം വേണു മുമ്പിരുന്ന ചാനലിലടക്കം ചർച്ച ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ വലിയ തോതിൽ സഹായിക്കുന്നത് കൊണ്ട് മാത്രമാണ് കർത്താവ് എന്ന് പറയുന്ന ഒരാൾ അവിടെ കമ്പനി നടത്തിക്കൊണ്ടു പോകുന്നത്. അത് നമുക്കറിയാം. അതിൽ VM സുധീരനെ പോലെ വളരെ അപൂർവം ആളുകൾ ഒഴിച്ചാൽ ബാക്കി ആരും ആ സത്യം തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. പിന്നെ പറഞ്ഞൊരാൾ വേണുവിന് ഓർമ്മയുണ്ടാവും, 2021 PT തോമസ് ആണ്. PT തോമസ് പ്രവചനം എന്നും അല്ലെങ്കിൽ എവിടെ നിന്നോ കൊണ്ടുവന്നു എന്നും പറഞ്ഞ കാര്യങ്ങളല്ലേ ഇപ്പോൾ ഒന്നൊന്നായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എക്സാലോജിക്കിന് മറ്റേ CMRL പണം കൊടുക്കുന്നത്, അതുപോലെയുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ജയ്ക്ക് ബാലകുമാറിൻ്റെ കാര്യം, PWCയുടെ കാര്യം, ഞാൻ അത് ഓരോന്നായിട്ട് പോകുന്നില്ല. ഇനി എൻ്റെ സുഹൃത്ത് അനിൽകുമാർ പറഞ്ഞു കീറക്കടലാസാണ്. കീറക്കടലാസാണ് ഈ പറഞ്ഞതെന്ന് മുമ്പ് ഞാനിത് വേറൊന്നിൽ കേട്ടിട്ടുണ്ട്. CAGയുടെ റിപ്പോർട്ട് വന്നപ്പോൾ ചില കണക്ക് പിള്ളമാരുടെ റിപ്പോർട്ടാണെന്ന് പറഞ്ഞ നേതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് ലാവലിനിൽ. പക്ഷെ അതേ CAG റിപ്പോർട്ട് വെച്ച് 2G സ്പെക്ട്രവും അതുപോലെ നിരവധി കോൾഗേറ്റ് അടക്കമുള്ള അന്വേഷണങ്ങൾ നടത്തുമ്പോൾ അതിനെ CPM കീറക്കടലാസ് അന്ന് കണ്ടിട്ടില്ല. കാരണം കീറക്കടലാസ് CAG ഒന്നിലോ അത് മാറിക്കൊണ്ടിരിക്കും. ഇനി ഇപ്പം അദ്ദേഹം തന്നെ അതേ ഒരു അഡ്വക്കേറ്റ് അല്ലേ. ഒരു കാര്യം ആലോചിക്കൂ, ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് ROCയുടെ റിപ്പോർട്ട്, ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ്. ഇപ്പോൾ മൺമറഞ്ഞു പോയി വേണു നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന ഒരാൾ ഒരു കേസ് കൊടുത്തുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഈ കേസ് നിൽക്കുന്നത്. ആ കേസിൽ വന്നിട്ടുള്ള രേഖകൾ, ആ രേഖകൾക്കൊന്നും ഒരു മറുപടിയും പറയാൻ അവർക്ക് പറ്റില്ല. ഇപ്പം നേരത്തെ AK ബാലനെ പറ്റി മോശം പറഞ്ഞു എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര തമാശയാണ് തോന്നണേ. AK ബാലൻ എന്ന് പറയുന്നത് പരമവിഡ്ഢിത്തമാണ്. പരമവിഡ്ഢിത്തം എന്ന് പറഞ്ഞാൽ ആർക്ക് ഇമ്മ്യൂണിറ്റിയെക്കുറിച്ച് പറഞ്ഞു. എന്തിൻ്റെ ഇമ്മ്യൂണിറ്റി? CMRLന് പോലും ഇമ്മ്യൂണിറ്റി ഉള്ളത് എന്തിനാണെന്നറിയോ? അപ്പോൾ ഇൻകം ടാക്സ് ആക്ടിലുള്ള ഇമ്മ്യൂണിറ്റി എന്തിനാണെന്നറിയോ? അതും അദ്ദേഹം മുമ്പ് പറഞ്ഞ കാര്യം മാറ്റി പറയാതിരുന്നാൽ, അദ്ദേഹം ഇതിനിടയ്ക്ക് പലത് മാറ്റി പറഞ്ഞു. ഇനി കോടതിയിൽ വരുമ്പോൾ അദ്ദേഹം പറയാണ് ഞാൻ പിണറായി വിജയന് പൈസ കൊടുത്തിട്ടില്ല, PV പിണറായി വിജയൻ അല്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇമ്മ്യൂണിറ്റി അപ്പം പോവും. അപ്പോൾ ഇൻകം ടാക്സ് അനുസരിച്ച് കേസ് വീണ്ടും വരും. പ്രശ്നം വളരെ സങ്കീർണമാണ്. സങ്കീർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി വരാത്തത് ചോദിച്ചു. നമുക്കറിയാം ആലപ്പുഴയിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഭാഗമായി നിന്ന് VM സുധീരനെ തോൽപ്പിച്ച കഥയടക്കം അത് കരിമണലുമായി ബന്ധപ്പെട്ടാണ്. ചെറിയ കളിയൊന്നുമല്ല അത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വളരെ വളരെ മോശപ്പെട്ട തരത്തിൽ ഈ കരിമണലും കർത്താവും കർമ്മവും ഒക്കെ ചേർന്ന് കർത്താവും കർമ്മവും ഒന്നാവുന്ന തരത്തിലുള്ള വലിയ ഫ്രോഡുകൾ നടന്നിട്ടുണ്ട്. ഇനി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം വക്കീലല്ലേ, ബാലൻ വക്കീലല്ലേ? എപ്പോഴാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വരിക? ആരാ ആദ്യം ചോദിച്ചത്? കേരള ഹൈക്കോടതിയാ. ഷോൺ പോലും അല്ല, കേരള ഹൈക്കോടതിയാണ് ചോദിച്ചത് എന്തേ നിങ്ങൾ SFIO കൊണ്ടുവരാത്തെന്ന്. എന്ന് പറഞ്ഞാൽ നിയമപരമായി നിലനിൽക്കുന്ന സ്ഥാപനങ്ങളുടെ രേഖകളും അന്വേഷണങ്ങളും നിയമസഭയിൽ വരുമ്പോൾ കഴിഞ്ഞത് അവിടുത്തെ പോലെ കൈ ശുദ്ധാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് സഖാവ് പിണറായി വിജയൻ ഈ കമ്പനി തുടങ്ങാനുള്ള പൈസ ഉണ്ടാക്കിയത് ഇവിടുന്ന് പറഞ്ഞാൽ ആ ചോദ്യം ഇതിലുണ്ടോ? ഈ കമ്പനി എങ്ങനെ തുടങ്ങി എന്ന് ആരെങ്കിലും ചോദിച്ചോ? ഈ
ഈ കമ്പനിയുടെ മൂലധനം എത്രയാന്ന് ചോദിച്ചോ, അത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചോ, അതൊന്നും അല്ലല്ലോ ചോദ്യം. ഈ കിട്ടിയ മാസപ്പടി എന്ന് പറയുന്ന പൈസ അത് നീ കമ്പനി നിയമം വായിച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞൂടെ എന്തിനാണ് SFI ഉണ്ടാക്കിയത്, എന്തിനാണ് അതുള്ളത്, അതിൻ്റെ അന്വേഷണ പരിധിയിൽ എന്തൊക്കെ പെടുന്നു. അതിൽ കമ്പനി മാത്രമല്ല, ക്യാപിറ്റൽ മാർക്കറ്റും ഫണ്ട്, ഇവിടെ ഫണ്ട് സൈഫണിങ് ഉണ്ട്. ഇപ്പം നേരത്തെ ഉമ്മൻചാണ്ടിയുടെയോ രമേശ് ചെന്നിത്തലയുടെയോ അല്ലെങ്കിൽ ജന്മഭൂമിയോ ഏത് ഭൂമിയാവട്ടെ ആളുകളുണ്ടെങ്കിൽ അതും ഇതിൽ വരണം. കാരണം അത് സൈഫണിങ് ഓഫ് ഫണ്ടാണ്. ആ ഫണ്ട് നിയമപരമായി അവർ ഉപയോഗിച്ചിട്ടുണ്ടോ, അത് സൈഫണിങ് ആണോ എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കാം. അല്ല, ഒരു സെക്കൻഡ് ശ്രീ CR, ഇവിടെ ശ്രീ അനിൽകുമാർ ഇങ്ങനെ ജന്മഭൂമി, കർത്ത, ഇങ്ങനെയൊക്കെ BJPയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. GK സുരേഷ് ബാബു കേസരി, ഇപ്പൊ ഇദ്ദേഹം ജന്മഭൂമി ഉദ്ധരിക്കുമ്പോൾ എനിക്ക് കേസരിയും ഉദ്ധരിക്കാമല്ലോ, പറഞ്ഞിരിക്കുന്ന ഒരു വാചകം കേട്ടോണം. 135 കോടി രൂപ രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കുമായി കോഴ നൽകി 10,000 കോടിയിലേറെ സമാഹരിച്ച പ്രതിഭാശാലിയായ വ്യവസായി ശശിധരൻ കർത്തായ്ക്ക് 2009-10 പത്മശ്രീ നൽകാനും ശുപാർശ ചെയ്തിരുന്നു. ശുപാർശ വ്യവസായ മന്ത്രിയായിരുന്ന CATU നേതാവ് എളമരം കരീമിൻ്റെതായിരുന്നു. എന്തിനാണാവോ ഇത്? ഈ കാര്യം കൂടി വരണ്ടേ? അങ്ങനെയെങ്കിൽ ശ്രീ അനിൽകുമാർ അങ്ങയുടെ ഇവിടെ വരുമ്പോൾ അങ്ങനെ മറുപടി പറഞ്ഞോളൂ. കാരണം അങ്ങ് ജന്മഭൂമി പറഞ്ഞതുകൊണ്ട് ഞാൻ കേസിനും കൂടെ പറഞ്ഞതേ ഉള്ളേ, അങ്ങ് പറഞ്ഞതുകൊണ്ട് മാത്രം. ശ്രീ CR പറഞ്ഞോളൂ. ഈ കർത്താവിന്റെ അനിയന് കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ, അത് വളരെ രസമുള്ളൊരു കാര്യമാണ്, കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ സെനറ്റിലേക്ക് സർക്കാരിന്റെ നോമിനേഷൻ വന്നപ്പോൾ, സർക്കാർ നോമിനേറ്റ് ചെയ്യാം, സെനറ്റിലേക്ക് ആരെ നോമിനേറ്റ് ചെയ്യാം, അത് ആഘോഷിക്കാൻ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ വന്ന് സമ്മേളനം നടത്തി. കർത്തായുമായി ബന്ധമുള്ള ഒരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ, കർത്തായുടെ ബന്ധുവായ മന്ത്രി ഉണ്ടായിരുന്നില്ലേ? ഞാൻ അന്ന് ഇപ്പൊ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കർത്തായുമായി ബന്ധുത്വമുള്ള മന്ത്രിയും ഉണ്ടായിരുന്നല്ലോ. എനിക്കറിയില്ല, അത് ബന്ധം ഉണ്ടായിക്കോട്ടെ, ബന്ധമുള്ളത് കൊണ്ട് മാത്രം ഒരാൾ തട്ടിപ്പുകാരനാണ്. എനിക്ക് അവര് തമ്മിലുള്ള ഈ ഇടപാടിലേക്ക് എനിക്കറിയില്ല. കർത്താവൊന്നും കാണാതിരിക്കില്ലല്ലോ ആ കാര്യത്തിൽ, ഈ കാര്യങ്ങളിലൊന്നും ഒന്നും കാണാതിരിക്കില്ലല്ലോ. അല്ല, അതുണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ വേണു, ഞാൻ പ്രത്യക്ഷമായി കണ്ട കാര്യം പറഞ്ഞ്, കർത്താവിന്റെ അനിയനെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത അതിനാഘോഷിക്കാൻ ഞാൻ ആ സമ്മേളനത്തിന് പോകരുത്. ഞാനിപ്പോൾ പറയാലോ, സഖാവ് VS അച്യുതാനന്ദനോട് 10 പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഞാൻ നേരിൽ കണ്ടു പറഞ്ഞു, അങ്ങ് ഇതിൽ പോകരുത്. കാരണം ഇവിടെ കൊള്ള നടത്തുന്ന കമ്പനിയാണ്, പെരിയാറിലെ വെള്ളം നശിപ്പിക്കുന്ന കമ്പനിയാണ്. ഇപ്പൊ അനിൽകുമാർ ചോദിച്ചില്ലേ എന്താ കൊടുക്കുന്ന സഹായം എന്ന്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഒരു മനുഷ്യനും ഇങ്ങോട്ട് വരില്ല. ഞങ്ങൾ എത്ര പറഞ്ഞാലും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇന്ന് പൂട്ടിക്കേണ്ട കമ്പനിയായത്. അത് ആരുടെ കീഴിലാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്? ആരാ പരിസ്ഥിതി വകുപ്പ് നോക്കുന്നത്? ആ പരിസ്ഥിതി വകുപ്പ് നോക്കുന്ന മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയുടെ മകൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഞങ്ങൾ അതിൽ എതിര് പറയുക തന്നെ ചെയ്യും. കാരണം അത് തുറന്ന് കാണിക്കുക തന്നെ വേണം. കാരണം ഇത് പെരിയാറിന്റെ വിഷയമാണ്. അങ്ങനെ വരുമ്പോ ചോദ്യം, നാം CPM-നെ മാത്രമല്ല വിമർശിച്ചു പറയേണ്ടത്, ഈ നിയമസഭ കർത്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണോ? സംശയമൊന്നുമില്ല. ഈ നിയമസഭ ഇന്ന് പ്രതിപക്ഷത്തെ അടിച്ചു പുറത്താക്കിക്കൊണ്ട് കർത്തയുടെ സഭയായി മാറുകയായിരുന്നോ എന്ന ചോദ്യമാണ് സ്വാഭാവികമായി ഉയരുന്നത്. ഞാൻ പറയുന്ന ഇതിൽ പ്രതിപക്ഷത്തിന് ഒഴിയാൻ ഒരു വഴിയില്ല. പ്രതിപക്ഷത്തിനൊന്നും ഞാൻ ഒഴിവാക്കുന്നില്ല. പക്ഷേ പ്രതിപക്ഷം നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ കാശ് വാങ്ങി, കോർപ്പറേറ്റിൽ നിന്ന് പണം വാങ്ങി അത് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ, അതൊക്കെ അന്വേഷിക്കട്ടെ, അത് അന്വേഷിച്ച് പിടിക്കട്ടെ. ഉമ്മൻചാണ്ടി വീട്ടിൽ കൊണ്ടുപോയെങ്കിൽ, പിണറായി വിജയൻ വീട്ടിൽ കൊണ്ടുപോയെങ്കിൽ. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഏറ്റവും പ്രധാനമായ വിഷയം കമ്പനി ആക്ടിന്റെ വയലേഷൻ ഉണ്ട്. കമ്പനി ആക്ടിന്റെ വയലേഷൻ ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് രജിസ്റ്റർ ഓഫ് കമ്പനി. അത് കീറക്കടലാസ് അല്ല അനിൽകുമാറെ, അത് കീറക്കടലാസ് അല്ല. അല്ല, ആ ഭാഗമല്ല അനിൽകുമാർ പറഞ്ഞത്. അനിൽകുമാർ പറഞ്ഞ 135 കോടിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കോഴയുടെ കാര്യമാണ്. അല്ല, ഞാൻ രാഷ്ട്രീയ കോഴയുടെ അല്ല പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ കടലാസ് കീറക്കടലാസ്. അല്ല, ആ 135 കോടി രേഖപ്പെടുത്തപ്പെട്ട കടലാസ് കീറക്കടലാസ്. അതായിക്കോട്ടെ. പക്ഷെ അതിൽ പണം അല്ല, അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ROCയുടെ വരണേ. അതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ROCയുടെ വരണേ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ കോടതിയിൽ കേസ് വരുന്നത്. അല്ല, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ SFIO വരുന്നത്. ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നത്. ശരി, ഞാൻ ഒരു ഇടവേളയിലേക്ക് പോകുന്നു.